ഇമാം ഇബ്നുൽ ജൗസി തൻ്റെ സഹോത്ത് സ്വഹ എന്ന ഗ്രന്ഥത്തിലൊരു സംഭവം ധരിക്കുന്നു. ഒരു കുരുവി ഒരു ദിവസം ഭക്ഷണം കൊത്തിക്കൊണ്ട് പറക്കുന്നതൊരാൾ കണ്ടു. ഒരു മാംസത്തിൻ്റെ കഷ്ണമാണ് ആ കുരുവി കൊത്തിക്കൊണ്ട് പറക്കുന്നത്. അതൊരു ഈത്തപ്പനയിലേക്കാണ് അത് പറന്നു പോകുന്നത്. ഈ കാഴ്ച കണ്ടയാൾ ചിന്തിച്ചു, കുരുവി ഒരിക്കലും ഈത്തപ്പന മരത്തിൽ കൂടുകൂട്ടാറില്ല, പിന്നെ എന്തിനായിരിക്കും അത് ഈത്തപ്പന മരത്തിലേക്ക് പറന്നു പോകുന്നത്? അത് അദ്ദേഹം അറിയാൻ വേണ്ടി ഈത്തപ്പന മരത്തിന്റെ മുകളിൽ കയറി നോക്കുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, ആ ഈത്തപ്പന മരത്തിൽ ഒരു കുരുടനായ ഒരു പാമ്പുണ്ട്. 2 കണ്ണും അതിന് കാണില്ല. ആ പാമ്പിന് ഈ കുരുവി കൊത്തിക്കൊണ്ടുപോയ ഭക്ഷണം മാംസം പാമ്പിന് കൊടുക്കുകയാണ്. ഈ കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. പാമ്പിന് ഭക്ഷണം തേടി അലയാൻ കഴിയാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാമ്പിന് ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ജോലി ഈ കുരുവിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് പടച്ചോന്റെ ഒരു ഏർപ്പാടാണ്. ഈ സംഭവം ഇമാം ഇബ്നുൽ ജൗസി പറയുന്നത് ഒരായത്തിന്റെ വിശദീകരണത്തിലാണ്. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ഭക്ഷണം അല്ലാഹു ഏറ്റിട്ടുണ്ട്. യഅലമു മുസ്തഖറഹാ വമുസ്തൗദാഹാ. ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും ഇരിപ്പിടം എവിടെയാണ്, അതിന്റെ താമസ സ്ഥലം എവിടെയാണ്, ഇതെല്ലാം സംവിധാനം അറിയാം. ആ ഇരിപ്പിടത്തിൽ കൊണ്ടുപോയി അതിന്റെ താമസ സ്ഥലത്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കേണ്ട ജോലി അല്ലാഹു ഏറ്റിട്ടുണ്ട്. കുല്ലു ഫീ കിതാബിൻ മുബീൻ. ഇതെല്ലാം പടച്ചൊരു കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ ഓരോരുത്തരുടെ അന്നം അതെവിടെ എത്തിക്കണം, എത്ര വേണം, ഏത് സമയത്ത് കൊടുക്കണം, ഇതെല്ലാം പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ സമയാസമയങ്ങളിൽ എല്ലാ ജീവജാലങ്ങൾക്കും എത്തിക്കേണ്ട ജോലി പടച്ചവന്റെ ഇടത് പടച്ചോൻ ചെയ്യും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നൊരു വാക്കുണ്ട്, അർരിസ്ഖു വൽ അജ്ലു മദ്മൂനാനി. ആയുസ്സും ഭക്ഷണവും അല്ലാഹു നിശ്ചയിച്ചതാണ്. നിനക്ക് ആയുസ് ബാക്കിയുണ്ടെങ്കിൽ നിനക്ക് ഭക്ഷണം കിട്ടും. അതുകൊണ്ട് നിന്റെ ആയുസ്സുള്ളിടത്തോളം കാലം നിന്റെ ഭക്ഷണത്തിൽ നീ വേവലാതിപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ആയുസ് തീർന്നാലേ ഭക്ഷണം നഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് തവക്കൽ അലല്ലാഹ്, നീ പടച്ചോനെ തവക്കുലാക്ക്. യർസുഖുക കമാ യർസുഖു തയ്ർ. പക്ഷിക്ക് അന്നം കൊടുക്കും പോലെ അല്ലാഹു നിനക്കും അന്നം തരും.